ഹലോ, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു മീൻ കറി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ടൊരു ഉച്ചയൂണ് കഴിച്ചാലോ. ഇന്നലെ ഏട്ടൻ വരുമ്പോൾ മത്തി മാന്തലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ മാന്തളായിരുന്നു, മത്തി നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. അപ്പം എന്നാൽ അത് കറി വയ്ക്കാമെന്ന് കരുതിയിട്ട് മാന്തൽ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് മാന്തലിൽ ആദ്യം തന്നെ മസാല വെച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഉപ്പും കൂടി ആയിട്ട് മസാല വെച്ചു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. കുടംപുളി ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. അപ്പോൾ പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ മീനൊക്കെ അതിലിട്ടു. അതൊരു ഭാഗം വെന്തപ്പോൾ അത് മീൻ മറിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മീനായി. അപ്പോൾ അത് വറുത്ത് കോരിയെടുത്തു. അപ്പോൾ അതിൽ വറുത്ത് കോരിയെടുത്തപ്പോൾ ബാക്കി എണ്ണ കുറച്ച് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കിയത്. അതിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഉലുവ പൊട്ടിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളി മുറിച്ചിടുകയാണ് ചെയ്തത്. എനിക്ക് ചതച്ചിടണമെങ്കിൽ ഇഷ്ടം ഒന്നും കൂടി മുറിച്ചിടുന്നതാണ്. അപ്പോൾ അതിട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് സവാള അരിഞ്ഞതിട്ടു. അത് ചെറുള്ളിയാണെങ്കിൽ ചെറുള്ളി, സവാളയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സവാള അരിഞ്ഞിട്ട് അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 പച്ചമുളക് കീറിയതിട്ടു. പച്ചമുളക് ഇട്ടൊന്ന് 2 ഇളക്കിയിട്ട് 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 തക്കാളി എടുത്ത് മുറിച്ചിട്ടു. പിന്നെ അതിലേക്ക് കുടംപുളി ഇട്ട് വേണ്ട പൊടികളെല്ലാം മസാലകളെല്ലാം ഇട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി അവയൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മീൻ ഇട്ടു. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയായി. അപ്പോൾ മീൻ കറി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് ഞാൻ അടിപൊളി ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.